നമുക്ക് എസ് രാഗിനിലേക്ക് കൂടെ ഒന്ന് പോകണം. എന്തൊക്കെ ഈ റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ. തിരുവനന്തപുരത്തെ സംഘർഷാവസ്ഥ തുടരുകയുമാണ്. രാഗിൻ, എന്തെല്ലാം രേഖകളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീണ തൈക്കണ്ടീലിന്റെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. റെയ്ഡുകൾ ഒന്നൊന്നായി അവസാനിച്ച് വരികയാണ്. ഇപ്പോൾ ഇ ഡിയുടെ ഒരു ചെറിയ നോട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ വീണ താമസിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനൊപ്പമാണ് എന്നത് വ്യക്തമായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തിരുവനന്തപുരത്ത് റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോൾ പിണറായി വിജയനും അവിടെ പ്രസന്റ് ആയിരുന്നു. ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് പ്രധാനമായും നിക്ഷേപ രേഖകൾ, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് രേഖകൾ, കൂടാതെ സ്ഥിര നിക്ഷേപം FD രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തു വരുന്നു എന്നതാണ് ഇ ഡി സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായിട്ടുള്ള റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. നേരത്തെ ഈ CMRലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഇപ്പോൾ CMRലിനൊപ്പം തന്നെ വീണ വിജയനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരിക്കുകയാണ്. 12ഓളം ലൊക്കേഷനുകളിലായിരുന്നു റെയ്ഡ് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ആലുവയിലെ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. അതായത് ആലുവ CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിൽ ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരുന്നുണ്ട്. അതിൻ്റെ റെയ്ഡ് മറ്റു കാര്യങ്ങളുമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപ് ശശിധരൻ കർത്തയെ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ ആ കോടതി ഉത്തരവോട് കൂടിയിട്ടാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഈ കേസിൽ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇപ്പോൾ റെയ്ഡ് ഏറെക്കുറെ ഒരു 95% അവസാനിച്ചിരിക്കുന്നു. പല ലൊക്കേഷനുകളിലെയും റെയ്ഡ് അവസാനിച്ചിരിക്കുന്നു. ചില രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ പരിശോധനകൾ നടത്തും. അതിലേറ്റവും പ്രധാനം ഈ വീണ വിജയനെ അടക്കം സമൻ ചെയ്ത് വിളിപ്പിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുമെന്നതാണ് വ്യക്തമാകുന്നത്. ഈ റെയ്ഡിന്റെ ഭാഗമായിട്ട് വീണയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ഇഡിക്ക് മുന്നിലുണ്ട്. അതായത് റെയ്ഡുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണത്. ഇനി സമൺ ചെയ്ത് വിളിപ്പിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും.